Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. ഞാനാണ് SBI Clerk മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എറർ സ്പോട്ടിങ്ങിൻ്റെ കുറച്ച് സീരീസ് നോക്കി, അത് കണ്ടിന്യൂ ചെയ്യും. അതിനിടയ്ക്ക് നമ്മളിന്ന് വൊക്കാബുലറി പാർട്ട് 1 ആണ് നോക്കുന്നത്. വൊക്കാബുലറി യൂഷ്വലി നമ്മൾ ഒരു കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു വേർഡ് എടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരൊറ്റ വേർഡേ പഠിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് എടുത്തിട്ട് അതിന് മീനിങ് വരുന്ന, അതായത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറേ വേർഡ്സിൻ്റെ മീനിങ് ഈ ഒരു ഫെമിലിയർ ആയിട്ടുള്ള വാക്കായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കത് ഫസ്റ്റ് വൊക്കാബുലറി വേർഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്, SSC, PSC എക്സാംസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. വൊക്കാബുലറിയുടെ പാർട്ട് 1 ആണ്. ഇന്ന് നമ്മളൊരു 5 വൊക്കാബുലറി വേർഡ്സ് ആണ്, ഫെമിലിയർ ആയിട്ടുള്ള 5 വേർഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്തുനിന്ന് നമുക്കൊരു 25 വേർഡ്സ് എങ്കിലും പഠിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഫസ്റ്റ് സെഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെഷൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിന് നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ സിനോണിംസ് എന്ന് തന്നെ പറയാം. സിനോണിംസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമിന് ഒരു പാസേജിനകത്ത് പ്രോലിഫറേറ്റ് എന്ന് തന്നിട്ട് അതിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഓപ്ഷനിൽ ഒന്നുകിൽ ഇൻക്രീസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് തരാം, അല്ലെങ്കിൽ ബാക്കി ഫെമിലിയർ ആയിട്ടില്ലാത്ത വേറെ വേർഡ്സും തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം ഇൻക്രീസ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിനകത്ത് നമുക്ക് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്ത് ഒരുവിധം ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്തും ഉൾപ്പെടുത്താൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഫെമിലിയർ വേർഡ്സാണ് ഞാനിന്ന് 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർഡ് ഇൻക്രീസ് ആണ്. ഇൻക്രീസിന് പ്രോലിഫറേറ്റ്, സ്കൈ റോക്കറ്റഡ്, ബൂം, ഓഗ്മെൻറ്റ്, എക്സ്പാൻഡ് ഇത്രയും അർത്ഥങ്ങളുണ്ട്. അതായത് പ്രോലിഫറേറ്റിൻ്റെ അർത്ഥവും ഇൻക്രീസ് റാപ്പിഡ്ലി എന്നാണ്. സ്കൈ റോക്കറ്റഡ് എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്കൈ റോക്കറ്റഡ് എന്ന് പറയുമ്പോൾ റോക്കറ്റ് എന്നുള്ള മീനിങ് ആണ്, എന്നാൽ പോലും അതിന് ഇൻക്രീസ് റാപ്പിഡ്ലി എന്നുള്ള മീനിങ് ആണ് നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷിൽ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ബൂം, ഓഗ്മെൻറ്റ്, എക്സ്പാൻഡ്. അപ്പോൾ ഇത്രയും നമ്മൾ ഡെയിലി റിവൈസ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇൻക്രീസിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത് പ്രോലിഫറേറ്റ്, സ്കൈ റോക്കറ്റഡ്, ബൂം, ഓഗ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഡ്. ഇനിയും കുറേ വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ ഇനി വൊക്കാബുലറി പാർട്സ് വരുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്കൊരു 5 എണ്ണം വെച്ച് പഠിച്ചു പോവാം. അപ്പോൾ ഇൻക്രീസിൻ്റെത് പ്രോലിഫറേറ്റ്, സ്കൈ റോക്കറ്റഡ്, ബൂം, ഓഗ്മെൻറ്റ്, എക്സ്പാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൊക്കാബുലറി ഒരു ദിവസം നോക്കി പിറ്റേ ദിവസം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മറന്നു പോവും. അതുകൊണ്ട് ഇടയ്ക്കെടുത്ത് ഇത് വായിക്കുന്നതായിരിക്കും ഓർത്തിരിക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിനോണിമായിട്ട് നമ്മൾ പഠിച്ചു ഇൻക്രീസിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസിൻ്റെ ഓപ്പോസിറ്റ് ഡിക്രീസ് ആണല്ലോ. അപ്പോൾ അടുത്തത് അത് നോക്കാം. ഡിക്രീസിൻ്റെത് ഡിക്ലൈൻ, അബേറ്റ്, പ്ലമ്മറ്റ്, ഡ്വിൻഡിൽ ആൻഡ് സ്ലംപ്. അപ്പോൾ ഇൻക്രീസിന് നമ്മൾ ഡീക്ലൈൻ എന്നുള്ള വേർഡ് തന്നിട്ട് സെയിം മീനിങ് ഉള്ളത് സിനോണിം ഏത് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഡിക്രീസ്, അല്ലെങ്കിൽ അബേറ്റ്, പ്ലമ്മറ്റ്, ഡ്വിൻഡിൽ, സ്ലംപ് ഇത്രയും പറയാം. അപ്പോൾ ഡ്വിൻഡിലിൻ്റെ മീനിങ് ഡിക്രീസ് ആണ്, അബേറ്റിൻ്റെ മീനിങ് ഡിക്രീസ് ആണ്, പ്ലമ്മറ്റ് എന്ന് ചോദിച്ചാലും ഡിക്രീസ്, ഡീക്ലൈൻ ആൻഡ് സ്ലംപും ഡിക്രീസ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നു, പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് ഇതിനുള്ളത്. കറക്റ്റ് എല്ലായിടത്തും നമ്മൾ ഡിക്രീസിന് കറക്റ്റായിട്ട് ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നല്ല. ഇപ്പോൾ ഡെത്തിന് നമ്മൾ സിനോണിമായിട്ട് സ്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്ലേയുടെ മീനിങ് ഡെത്ത് ഓഫ് അനിമൽസ് എന്നാണ്. അപ്പോൾ ഡിമൈസ് എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത് പേഴ്സൺസിൻ്റെ, അതായത് മനുഷ്യരുടെ ഡെത്തിനെയാണ് ഡിമൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പേഴ്സൺസിന് സ്ലേ എന്ന് പറയാൻ പറ്റില്ല. അതേ ഒരു ഫാക്ടർ ഇവിടെയുണ്ട്. ഡീക്ലൈൻ യൂസ് ചെയ്യുന്നിടത്തെല്ലാം അബേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 5 വേർഡ്സിനും സെയിം മീനിങ് ആയിട്ട് ഡിക്രീസ് തന്നെയാണ്, പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 5 വേർഡ്സിൻ്റെയും മീനിങ് ഡിക്രീസ് ആണ് എന്ന് നമ്മൾ വൊക്കാബുലറിയിൽ പഠിച്ചു വെച്ചിരുന്നാൽ എവിടെയാണെങ്കിലും നമുക്ക് ആ റീഡിങ് പാസേജിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻക്രീസിൻ്റെ
proliferate, skyrocketed, boom, augment and expand. Okay. അടുത്തത് ഡിക്രീസിൻ്റെത് decline, abate, plummet, dwindle and slump. നമുക്ക് അടുത്ത ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് നോക്കാം. കൺഫ്യൂസ്ഡ് ആണ്. യൂഷ്വലി നമ്മൾ എക്സാംസിന് റീഡിങ് കോംപ്രിഹെൻഷൻ എക്സാമിന് നമ്മുടെ എസ്സേ എഴുതുമ്പോൾ കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു വാക്കിന് കറക്റ്റ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു വൊക്കാബുലറി വേർഡ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ബിവിൽഡേർഡ്, മഡിൽഡ്, ബിഫൾഡിൽഡ് ആൻഡ് പസിൽഡ്, ബാംബൂസിൽഡ്. അപ്പോൾ ഇത്രയും 5 കട്ടിയായിട്ടുള്ള വേർഡ്സ്. ഇത് നമുക്ക് ഒരിക്കലും കേൾക്കുമ്പോൾ അതിൻ്റെ മീനിങ് കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയണമെന്നില്ല. അപ്പോൾ കൺഫ്യൂസ്ഡിന് നമുക്ക് ഫെമിലിയർ അല്ലാത്ത 5 വേർഡ്സാണ് ബിവിൽഡേർഡ്, മഡിൽഡ്, ബിഫഡിൽഡ് ആൻഡ് ബാംബൂസിൽഡ്, പസിൽഡ്. പസിൽഡ് ഒരുവിധം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും, കാരണം പസിൽ മിക്കവാറും കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരുവിധം ഫെമിലിയർ ആണെന്ന് പറയാം. ബാക്കി വേർഡ്സ് ഒന്നും കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ബിവിൽഡേർഡ്, മഡിൽഡ്, ബിഫഡിൽഡ്, ബാംബൂസിൽഡ് ആൻഡ് പസിൽഡ്. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം. ഹാപ്പി. ഹാപ്പിക്ക് യൂഷ്വലി എപ്പോഴും ഐ ആം ഹാപ്പി എന്ന് മാത്രമേ പറയുള്ളൂ. കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ട് എലേറ്റഡ് എന്ന് പറഞ്ഞാലും സെയിം, പക്ഷേ കേൾക്കുമ്പോൾ ഒരു ഇംപ്രൂവ്ഡ് ഇംഗ്ലീഷ് ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ എലേറ്റഡ്, ഡിലൈറ്റഡ്, കണ്ടെൻറ്റഡ്, ബീമിങ്, ബിയോയൻറ്റ്. അപ്പോൾ ഇത്രയും 5 വേർഡ്സാണ് ഹാപ്പിക്ക് നമ്മൾ സിനോണിമായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ കണ്ടെൻറ്റ് എന്നുള്ള മീനിങ് ഉള്ള വേറെ വേർഡുണ്ട്. എന്നാൽ കണ്ടെൻറ്റഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഹാപ്പി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം സ്പെല്ലിങ്ങിലാണ് അതും വരുന്നത്. കണ്ടെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടെൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്നുള്ള മീനിങ്ങും വരാം. കണ്ടെൻറ്റിന് ഹാപ്പി എന്നുള്ള മീനിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. അപ്പോൾ നമ്മൾ ഇൻക്രീസിൻ്റെ പഠിച്ചു. പ്രോലിഫറേറ്റ്, സ്കൈ റോക്കറ്റഡ്, ബൂം, ഓഗ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഡ്. അതിൻ്റെ സിനോണിം ആയിരുന്നു അതെല്ലാം. അപ്പോൾ ആൻറ്റോണിം ഡിക്രീസ്, ഡിക്ലൈൻ, അബേറ്റ്, പ്ലമ്മറ്റ്, ഡ്വിൻഡിൽ ആൻഡ് സ്ലം. ഓക്കെ, അടുത്ത കൺഫ്യൂസ്ഡ്, ബിവിൽഡേർഡ്, മഡിൽഡ്, ബിഫഡിൽഡ്, ബാംബൂസിൽഡ് ആൻഡ് പസിൽഡ്. പിന്നെ ഹാപ്പി നോക്കിയ സ്ഥിതിക്ക് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് കൂടി നോക്കാം. സാഡ് ആകുമ്പോൾ ഡിപ്രസ്ഡ്, ഗ്രേവ്, മെലൻകോളി, മിസറബിൾ, മൊറോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാഡിന് നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുറച്ച് വേർഡ്. ഇതിൽ ഡിപ്രസ്ഡ് നമുക്കറിയാൻ ചാൻസ് ഉണ്ട്. ഡിപ്രസ്ഡ് എന്ന് പറയുമ്പോൾ കൂടുതലും സാഡ് ആയിരിക്കുന്ന സമയത്താണ് ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ഡിപ്രസ്ഡിന് കറക്റ്റ് സിനോണിം ചോദിച്ചിട്ട് ഓപ്ഷനിൽ സാഡ് ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. ബാക്കി ഗ്രേവ്, മെലൻകോളി, മിസറബിൾ, മൊറോസ് ഇത്രയും അൺഫെമിലിയർ ആണ്. അപ്പോൾ അതുകൂടി ജസ്റ്റ് റിവൈസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്തത് ഡെത്ത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സ്ലേയിങ് എന്ന് പറയുമ്പോൾ അനിമൽസിൻ്റെ ഡെത്തിനെയാണ് സ്ലേയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഡിമൈസ് എന്ന് പറയുന്നത് പേഴ്സൺസിൻ്റെ ആണ്. അപ്പോൾ പക്ഷേ ഇതിൽ ഡിമൈസിനും സ്ലേയ്ക്കും ഡെത്ത് എന്നാണ് മീനിങ്. സിറ്റുവേഷനനുസരിച്ച് അതിൻ്റെ കറക്റ്റ് വൊക്കാബുലറി മീനിങ് മാറുമെന്നേ ഉള്ളൂ. പക്ഷേ ഡിമൈസിനും ഡെത്താണ് മീനിങ്. മർഡർ, പാസിങ്, എക്സിക്യൂഷൻ, സ്ലേയിങ്, ക്വെറ്റസ്, ഡിസീസ്. ഇത്രയും. ഡിസീസിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, എസ് അല്ല സി ആണ്. അസുഖം എന്നുള്ള മീനിങ്ങുള്ള ഡിസീസ് അല്ല, ഇത് വേറെ. ഡെത്ത് എന്നുള്ള മീനിങ് DECEASE. ഓക്കെ, അപ്പോൾ ഡെത്തിന് നമ്മൾ വരുന്ന സിനോണിംസ് എന്ന് പറയാം ഡിമൈസ്, മർഡർ, പാസിങ്, എക്സിക്യൂഷൻ. ഇതിൽ എക്സിക്യൂഷൻ വരുന്നത് ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കോർട്ടിൽ നിന്ന് നമുക്ക് വിധി വന്നിട്ട് വരുന്ന ഡെത്താണ് എക്സിക്യൂഷൻ, അല്ലാതെ ആക്സിഡൻറ്റിൽ വരുന്ന ഡെത്തല്ല. അപ്പോൾ അവിടെയും ഡെത്തായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അർത്ഥം മാറും. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ, സ്ലേയിങ് അനിമൽസിൻ്റെ ഡെത്തിനെയാണ് സ്ലേയിങ് എന്ന് പറയുന്നത്. പിന്നെ ക്വെറ്റസ്, ഡിസീസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വൊക്കാബുലറി പാർട്ട് 1 സെഷൻ. അപ്പോൾ ഇത് ഒരിക്കൽ വായിച്ചാൽ മാത്രം പോരാ, റിവൈസ് ചെയ്ത് പോയാലേ അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇന്നത്തെ സെഷൻ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.